പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ശക്തിയും സംരക്ഷണവും അനുഗ്രഹവും ബലവും കോട്ടയും അഭിഷേകവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുകയാണ്. ഓരോ രാത്രിയും ആരംഭിക്കുമ്പോൾ ആ പകലിൻ്റെ എല്ലാ നന്മകളും കർത്താവിന് പക്കൽ സമർപ്പിച്ച് നന്ദി പറയാൻ നമുക്ക് കടമയുണ്ട്. അന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും പോരായ്മകളും കഷ്ടപ്പാടുകളൊക്കെ ഇളച്ചെടുക്കുന്നത് ഈ സന്ധ്യയുടെ ദൈവസാന്നിധ്യത്തിലാണ്. നമുക്ക് ഈ കർത്താവിൻ്റെ പക്കൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാം. സ്വസ്ഥമായിരുന്ന് അല്പസമയം നമ്മുടെ മനസ്സ് ചേർത്ത് വയ്ക്കാം. ഒരു പ്രാർത്ഥനയുടെ ശീലുകൾ, ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം സന്ധ്യയിൽ ഈ സമൂഹത്തിലും നമ്മുടെ ഭവനത്തിലും നിറയുന്നത് വലിയ പ്രകാശമാണ്, വലിയ അനുഗ്രഹമാണ്. ഇന്നത്തെ ദിവസം തീരുമ്പോൾ ഒരു രാത്രി വിശ്രമത്തിലേക്ക് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ആത്മീയവും ഭൗതികവും ധാർമ്മികവുമായ കണക്കെടുപ്പാണ് ദൈവസന്നിധിയിൽ. ഇന്നത്തെ ദിവസം കൃപയാൽ എനിക്ക് വിജയമായിരുന്നു, ഇന്നത്തെ ദിവസം എനിക്ക് പരാജയമായിരുന്നു, ഇന്നത്തെ ദിവസം എനിക്ക് സങ്കടമാണോ അധികം നൽകിയത്, ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷവും അനുഗ്രഹവുമാണോ അധികം ലഭിച്ചത്. ഈ കണക്കുകൂട്ടലുകൾ, ഈ കൂട്ടിക്കിഴിക്കലുകൾ, പരിഹാര പ്രക്രിയകൾ, നന്ദി സൂചകങ്ങൾ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ആകത്തുക ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് നമ്മുടെ ഉപരിനന്മയ്ക്കും നമ്മുടെ മഹത്വത്തിനുമാക്കി പരിണമിപ്പിക്കാൻ കർത്താവിന് സാധിക്കും. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കാരുണ്യവാനായ കർത്താവേ, രക്ഷകനായ ഈശോയേ, രക്ഷകനായ ഈശോയേ, ഞങ്ങളെല്ലാവരും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ വിശ്രമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നടന്ന സംഭവിച്ച എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും നടന്ന സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു. സന്തോഷങ്ങൾക്കും വിജയങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, വേദനകൾക്കും സങ്കടങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ സങ്കടങ്ങളും നന്മയ്ക്കായി മാറ്റുന്ന അങ്ങ് കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും
അവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹിച്ച് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയില് സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥനയിലും കർത്താവിൻ്റെ സന്ദേശമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സഭയുടെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ വലിയ ഒരു നൊമ്പരത്തെക്കുറിച്ചാണ്, വലിയ ഒരു മുറിപ്പാടിനെക്കുറിച്ചാണ്. അതിന്ന് ദൈവസന്നിധിയിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വേദനയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നൊരു കാര്യം, സഭയുടെ ചരിത്രം അല്ലെ സഭ കടന്നു വന്ന വഴി, അതാണല്ലോ ചരിത്രം. അത് അറിയാത്ത വ്യക്തി പാതി വഴി വരെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ലക്ഷ്യത്തിലെത്തുകയില്ല. മാർപ്പാപ്പയുടെ വാക്കാണ്. ആ വ്യക്തി പാതി വഴി വരെ യാത്ര എത്തുകയുള്ളൂ, ലക്ഷ്യത്തിലെത്തുകയില്ല. ഞാനിന്ന് പറയുന്നത് സഭയുടെ കത്തോലിക്ക സഭയുടെ വലിയ ഒരു മുറിവ്, അത് ആംഗ്ലിക്കൻ സഭയുണ്ടായ ചരിത്രമാണ്. നമുക്കിത് അറിയാവുന്നതാണ്. പക്ഷെ അതിൽ നിന്നും ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിൽ നിന്നും പലപ്പോഴും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. ഹെൻറി 8 രാജാവാണ് ഇംഗ്ലണ്ടിലെ സഭയെ, കത്തോലിക്ക സഭയെ മുറിച്ചിട്ട് ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടാക്കിയത്. ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പരമാധ്യക്ഷനായി സ്വയം പ്രഖ്യാപിച്ചതും ഹെൻറി 8 രാജാവാണ്. ഹെൻറി 7 രാജാവ് മരിച്ചപ്പോൾ തൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഹെൻറി 7 മകനായ 8 രാജാവായത്, അധികാരത്തിലായത് 17ാമത്തെ വയസ്സിൽ. രാജാവായി ഏറെ താമസിയാതെ 1509 17ാമത്തെ വയസ്സ് രാജാവാകുന്നത്. ഉടനെ തന്നെ ഈ 17ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുന്നത് കാതറീൻ എന്നു പേരുള്ള തൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. സഹോദരൻ അർത്തൂർ 1502 മരണമടഞ്ഞിരുന്നു. മൂത്ത സഹോദരനാണ്. ഈ സഹോദരൻ്റെ ഭാര്യയാണ് കാതറീൻ. 23 വയസ്സുണ്ട് ഈ വിധവയ്ക്ക്. 23 വയസ്സുള്ള ഈ സഹോദരിയെ, തൻ്റെ സഹോദരൻ്റെ ഭാര്യ, വിധവയായ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ കത്തോലിക്ക സഭയിൽ അന്ന് അനുവാദമുണ്ടായിരുന്നില്ല. സഹോദര ഭാര്യയെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം. അതുകൊണ്ട് ജൂലിയസ്
രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്നും പ്രത്യേകമായ അനുവാദം വാങ്ങിച്ചിട്ടാണ് തന്നേക്കാൾ ഏകദേശം 6 വയസ്സോളം മൂത്ത സഹോദരൻ്റെ ഭാര്യ വിധവയെ വിവാഹം കഴിക്കുന്നത്. അന്ന് ഈ കാദറിന് 23 വയസ്സാണ്. 17 വയസ്സ് ഹെൻറി എട്ടാമനും ഭാര്യയ്ക്ക് 23 വയസ്സും. സൂക്ഷം 23 വർഷം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം പരാജയപ്പെട്ടു. ഇതിന് കാരണം ഇതാണ്: തൻ്റെ രാജഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ, തുടർന്ന് തൻ്റെ കാലശേഷം രാജാവാകാൻ ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ല. ഒരു കുട്ടിയെ ഉണ്ടായുള്ളൂ, അതൊരു പെൺകുട്ടിയായിരുന്നു. പല പ്രാവശ്യം ഗർഭിണിയായെങ്കിലും ആ കുഞ്ഞെല്ലാം ഉദരത്തിൽ വെച്ച് തന്നെ, ഗർഭത്തിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഒരു കുഞ്ഞിനെ കൂടി നൽകാനാവില്ല എന്നറിഞ്ഞപ്പോൾ മാർപ്പാപ്പയോട് തന്നെ ഈ വിവാഹം മോചിപ്പിച്ച് തരുവാൻ ക്ലെമന്റ് 5-ാമൻ മാർപ്പാപ്പയോടാണ് ഈ വിവാഹം മോചിപ്പിച്ചു തരുവാനായിട്ട് ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ പറഞ്ഞു, പറ്റില്ല, ഒരാൺകുഞ്ഞുണ്ടാകുന്നില്ല എന്നതുകൊണ്ട് വിവാഹം വേർപെടുത്തി തരാനായിട്ടോ ഡിവോഴ്സ് നൽകാനോ കാനൻ നിയമം അനുസരിച്ച് പറ്റില്ല. രാജാവ് മാർപ്പാപ്പയെ പല വിധത്തിൽ ഭീഷണിപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടും ക്ലെമന്റ് 5-ാമൻ മാർപ്പാപ്പ അതിന് തയ്യാറായില്ല. ആയതിനാൽ രാജാവ് തൻ്റെ പാർലമെൻറ്റിൽ പല നിയമങ്ങളും പാസാക്കി ഇതിനോടനുബന്ധിച്ച്. അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെടുത്തിയിട്ട് ആംഗ്ലിക്കൻ സഭ ആയി പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിലെ സഭയെ അതിൻ്റെ പരമാധ്യക്ഷൻ താനാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ സഭ അവിടെ 2-ാം വട്ടം 1054 പിളർപ്പിന് ശേഷം 16-ാം നൂറ്റാണ്ടിൽ 2ാമത് മുറിയാണ്. ഇംഗ്ലണ്ടിലെ സഭയെ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെടുത്തി. ഈ വിവാഹം വേർപെടുത്താൻ നിർബന്ധിച്ചതിന് കാരണം ആ കാലഘട്ടത്തിൽ തന്നെ കൊട്ടാരത്തിലുള്ള ആനി ബോളിൻ എന്നുപേരുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിരുന്നു. ഈ വിവാഹവും ഒരു ആൺകുഞ്ഞിനു വേണ്ടിയായിരുന്നു. അങ്ങനെ ഈ വിവാഹം വേർപെടുത്താത്തത് കൊണ്ട് ഇദ്ദേഹം ബോധപൂർവം കത്തോലിക്ക സഭയിൽ നിന്ന് മാറി. എന്നിട്ട് ഈ വിവാഹം വേർപെടുത്തായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ആനി ബോളിനെ വിവാഹം കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയിലും ഒരാൺകുഞ്ഞുണ്ടായില്ല. ഈ സ്ത്രീയിൽ ഒരാൺകുഞ്ഞുണ്ടായില്ല. രാജാവ് വലിയ ദുഃഖത്തിലായി. ഇനി എന്തു ചെയ്യും? 3ാമതൊരു വിവാഹം കഴിക്കാൻ ഈ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ സാധ്യമല്ല. കാരണം നേരത്തെ തന്നെ ഇങ്ങനൊരു വിവാഹം നടന്നതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഭാര്യ മാറാൻ പറ്റാത്തത് കൊണ്ട് ഇദ്ദേഹം ഭാര്യയുടെ മേൽ കുറ്റമാരോപിച്ചു. വ്യഭിചാരക്കുറ്റവും അതുപോലെ മറ്റു തരം ഗൗരവമായ കുറ്റങ്ങളും ആരോപിച്ചിട്ട് കോടതിയിൽ അറസ്റ്റ് ചെയ്തെത്തിച്ചു തൻ്റെ ഭാര്യയെ. ജഡ്ജിമാരെ സ്വാധീനിച്ച് ആനി ബോളിൻ എന്നു പേരുള്ള തൻ്റെ 2ാമത്തെ ഭാര്യയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1536 മെയ് മാസം 19 ലണ്ടൻ ടവറിലെ ഗ്രീൻ ടവർ എന്ന പൊതുസ്ഥലത്ത് വെച്ച് തൻ്റെ 2ാമത്തെ ഭാര്യയെ കഴുത്തുവെട്ടി കൊന്നു. കൊല്ലാൻ ഫ്രാൻസിൽ നിന്നും ജീം റോംബൗൺ എന്നു പേരുള്ള പ്രത്യേക വധശിക്ഷ നടപ്പാക്കി ശീലമുള്ള ഒരാളെ വരുത്തിച്ചിരുന്നു. രാവിലെ തന്നെ ആനി ബോളിനെ ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് ഈ പബ്ലിക് സ്ഥലത്ത് കൊണ്ടുവന്നു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വധശിക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചപ്പോൾ ചുറ്റും നിന്ന കുറച്ച് മനുഷ്യരോട് ഈ സ്ത്രീ പറഞ്ഞു, സത്യമായും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല.
എന്നെ വധിക്കുന്നത് എൻ്റെ ഭർത്താവിന് 3ാമത് വിവാഹം കഴിക്കാനാണ്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ വിവാഹത്തിന് ഞാൻ എല്ലാവിധ നന്മകളും നേരുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ശിരസ് താഴ്ത്തിക്കൊടുത്തു. അങ്ങനെ കൊല ചെയ്യപ്പെട്ടു, കൊന്നുകളഞ്ഞു. എന്ന് പ്രിയപ്പെട്ടവരെ, സഭയെ മുറിക്കാൻ കാരണമായ വിവാഹം ആ ഭാര്യയുടെ കഴുത്ത് വെട്ടിക്കൊന്ന് ഇവിടെ വച്ച് അവസാനിപ്പിച്ചു. അങ്ങനെ മുറിഞ്ഞ ആംഗ്ലിക്കൻ സഭ ഇന്ന് ഏകദേശം 40 കഷ്ണങ്ങളായി ചിതറിയിട്ടുണ്ട്. 1 2 അല്ല, 40 സ്വതന്ത്ര സഭകളായി, 40-ലധികം സ്വതന്ത്ര സഭകളായി ആംഗ്ലിക്കൻ ചർച്ച് പിന്നെയും മുറിഞ്ഞ്. ഞാൻ ഈ ചരിത്രമൊക്കെ പറയുന്നത് ഇത് സഭയുടെ അധികാരത്തിലുള്ളവർക്കും രാഷ്ട്രീയ അധികാരത്തിലുള്ളവർക്കും നമുക്കും വലിയൊരു പാഠമാണ്. പക്ഷേ ചരിത്രത്തിൽ നിന്നൊന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളില്ല. നമുക്ക് കർത്താവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികൾ, ആഗോള കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിശിഷ്യ കേരള കത്തോലിക്ക സഭയും പ്രത്യേകമായ വിധത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയും നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികളെ ചേർത്ത് വെച്ച് പരിഹരിക്കാൻ അധ്വാനിക്കുന്ന എല്ലാവരും, നാം അടക്കം ഈ സഭ കടന്നുപോയ വഴികളെക്കുറിച്ച് നല്ലോണം ഇരുന്ന് ധ്യാനിക്കണം. വ്യക്തി താല്പര്യത്തിനും അധികാര മോഹത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ ഇച്ഛയ്ക്കും വേണ്ടിയിട്ടാണ് കത്തോലിക്ക സഭയെ ഹെൻറി 8 മുറിച്ചെടുത്തത്. പക്ഷെ ഒരിക്കൽ പോലും പിന്നീട് ആ മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം 3 വിവാഹമല്ല, അദ്ദേഹം 6 വിവാഹം കഴിച്ചു. 6 വിവാഹത്തിലെ 2 ഭാര്യമാരെ അദ്ദേഹം കഴുത്ത് വെട്ടി കൊന്നു. കുടുംബജീവിതം വലിയ തകർച്ചയിലായിരുന്നു, ഒപ്പം തന്നെ രാജ്യവും. അങ്ങനെ സഭയും മുറിച്ചു. ആംഗ്ലിക്കൻ സഭയിൽ അതിനുശേഷം നിരവധി പ്രതിസന്ധികൾ. സഭ ചിതറിപ്പോകുന്നതാണ്. ഇങ്ങനൊരു വചനം നമ്മൾ ഓർത്തെടുക്കാം. ന്യായാധിപന്റെ പുസ്തകം, ന്യായാധിപന്മാർ 16-ാം അധ്യായം 20-ാം തിരുവചനം. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. സാംസണെ കുറിച്ചാണ് ബൈബിളിന്റെ ചരിത്രത്തിൽ ഇത്രയും ശക്തനായ ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് മറ്റാരുമല്ല, സാംസണാണ്. ഈ സാംസണെ കുറിച്ച് പറയുന്നത്, അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ അവൻ മരണസമയത്ത് അവൻ കൊന്നു എന്നാണ്. നമുക്കറിയാം, അവനെ ബന്ധിച്ചിരുന്ന കരങ്ങൾ വെച്ച് അവനായിരുന്ന ആ കൊട്ടാരത്തിൻ്റെ 2 തൂണിലേക്കും കരങ്ങൾ എത്തിപ്പിടിച്ചിട്ട് കുലുക്കിയാണ് എല്ലാവരെയും വകവരുത്തുന്നത്. ആ കൂടെയാണ് സാംസണും മരിക്കുന്നത്. എന്നിട്ട് ബൈബിൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്, അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ അധികവും ശത്രുക്കളെ കൊന്നത് മരിച്ചപ്പോഴാണ്. ആ ശക്തിമാനെക്കുറിച്ചാണ് പറയുക, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ചിലപ്പോൾ സങ്കടം തോന്നും, നമ്മുടെ സഭയെ പരിശുദ്ധാത്മാവ് വിട്ടുപോയോ? അതോ നമ്മളിലാണോ പരിശുദ്ധാത്മാവ് വിട്ടുപോയത്? അതോ നമ്മുടെ ശുശ്രൂഷകളിലാണോ പരിശുദ്ധാത്മാവ് വിട്ടുപോയത്? കാരണം എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എവിടെ ഛിദ്രശക്തികൾ പ്രവർത്തിക്കുന്നോ, എവിടെ ജ്ഞാനത്തിന് നിറവില്ലാതെ പോകുന്നോ, എവിടെ സമവായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രശ്നപരിഹാരത്തിൻ്റെയും ആത്മാവ് പ്രവർത്തിക്കാതെ വരുമ്പോഴോ എല്ലാം നശിക്കും മക്കളെ, എല്ലാം. അതിനാൽ
ആത്മാവിൻ്റെ നിറവിനാൽ നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കാം. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിന്നും നമുക്ക് പാഠം പഠിക്കാം. നമുക്ക് കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, സഭ സ്ഥാപിതമായ നാൾ മുതൽ ഇന്നേ വരെയുള്ള സഭയുടെ നാൾവഴികളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അഭിഷേകമില്ലാത്തവരിലൂടെയോ തിന്മ പ്രവർത്തിക്കുന്നവരിലൂടെയോ വിശ്വാസം കുറഞ്ഞു പോയവരുടെയോ വഴിയിലൂടെയൊക്കെ സഭ ചിതറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആത്മാവിനാൽ നയിക്കപ്പെട്ട് സഭ കരുത്താർച്ച് മുമ്പോട്ട് പോകുന്നു. ഓരോ നാളുകളിലും തിന്മയാൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും കൃപയാൽ മറികടക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. സോളമൻ പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനം നൽകണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ അധികാരികൾക്കും ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വേദനകൾക്കും ബുദ്ധിമുട്ടുകളും തകർച്ചകൾക്കും കർത്താവേ അവ നേരിടുവാൻ, മറികടക്കുവാൻ ആത്മാവിനെ നൽകണമേ, ജ്ഞാനം നൽകണമേ. എല്ലാ തർക്കങ്ങളും എല്ലാ ഭിന്നതകളും ഫലമായി പിശാചിൻ്റെ വിജയമാണ്. അതറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ പിശാചിന് വിജയം കൊടുക്കുവാനായിട്ട് പ്രവർത്തിക്കുന്ന തിന്മയുടെ മക്കളെ കർത്താവെ തകർത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നന്മകളാൽ നിറയ്ക്കണമേ. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഇന്ന് സഭ നേരിടുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കർത്താവിന് പക്കൽ സമർപ്പിച്ച് ആത്മാവിൻ്റെ ഒരു പ്രത്യേകമായ അഭിഷേകം പരിഹാരത്തിനായി സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിയോഗം അയച്ചെന്ന എല്ലാവരുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഇവിടെ നിയോഗങ്ങളെയും അവരെയും കർത്താവിൻ്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന നടത്താം. മേരിക്കുട്ടി ജോർജ്, ജാസ്ബിൻ ജെയിംസ്, സൂസമ്മ ചാക്കോ, ജോൺസി മറിയം ജിൽസൺ, ദീപ്തി ജോണി, നിധി ജോഷി, ലിസി ജിനോ, മെൽബിൻ തോമസ്, മറിയാമ്മ തോമസ്, കപിൽ ബാബു, സണ്ണി ജോസഫ്, ജയ, സേവ്യർ, ആശാ മേരി, സിനി അഗസ്റ്റിൻ, സുമ ജോയ്, റീത്താമ്മ തോമസ്, ഇവരുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. ഇവിടെ നിയോഗങ്ങൾ കർത്താവേ വിശ്വാസത്തോടുകൂടി അകലങ്ങളിൽ നിന്ന് മദർ ഹോമിൻ്റെ അൾത്താരയിലേക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങളെ മുഴുവനും നാഥ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെയും പ്രിയപ്പെട്ടവരെയും ഇവിടെ നിയോഗങ്ങളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ നിയോഗങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മേരി ജോളി സെബാസ്റ്റ്യൻ, ടിജി, സ്മിത, ലിറ്റിയ, ഡാലിയ ബിൻഡോ, ലിസി ജോൺ, ബീന വർഗീസ്, ജാൻസി സജി, ജെസ്സി സി എ, ജിമോൻ, അർച്ചന, സുനേഷ്, മോളി ജോസ്, ശാന്തി ജോണി, മേരിക്കുട്ടി മാത്യു, മേഴ്സി ജോയ്, ജാൻസി ജോണി, വിൽസൺ ഫ്രാൻസിസ്, സണ്ണി ജോസഫ്, ജോസഫ് ബേസിൽ, മിനിമോൾ ജോർജ്, ബിന്ദു, ശ്യാം വി എസ്, അന്നമ്മ ജോസ്,
മോളമ്മ ജോമോൻ, മോളമ്മ തോമസ്, ജർഷിക, ഡെയ്സി പൗളി, ജോസഫ് സ്റ്റാലിൻ, വിജി എബ്രഹാം, അലീന ഡേവിഡ്, മിനി ഫിലിപ്പ്. ഈ മക്കളുടെ നിയോഗങ്ങളും ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുടെയും നാളെ ഈ സമയം വരെ ഈ പ്രാർത്ഥനയിൽ ഏതെങ്കിലും സമയത്തിൽ പങ്കുചേരാൻ സാധിക്കുകയോ ആ സമയത്ത് അയക്കുകയോ ചെയ്യുന്ന നിയോഗങ്ങളെയും കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവിടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദത്തിനായി മുമ്പായി നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളും വ്യക്തിപരമോ കുടുംബപരമോ ജോലി ചെയ്യുന്ന സ്ഥലമോ വ്യക്തികളോ സാഹചര്യങ്ങളോ ബന്ധപ്പെട്ട നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നലെ മദർ ഹോമിൽ കഴിഞ്ഞ ഇംഗ്ലീഷ് ധ്യാനത്തിൽ പങ്കുചേർന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ പക്കലേക്ക് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത ഞായറാഴ്ച 2-ാം തീയതി ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ ആ ധ്യാനത്തിൽ പങ്കുചേരുന്ന മക്കളെയും പ്രത്യേകമായി കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിക്കാം. ഈ നാളുകളിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ വിശിഷ്യ എല്ലാ ശനിയാഴ്ചകളും നടക്കുന്ന കൗൺസിലിങ്ങിലും വചനാഗ്നി ബൈബിൾ കൺവെൻഷൻ പങ്കുചേരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ നാളുകളിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് സമയത്തും അസമയത്തും സങ്കടത്തോടെ എത്തിച്ചേർന്ന് പ്രാർത്ഥന സ്വീകരിച്ച് സമാധാനം സ്വീകരിച്ച് കടന്നുപോയ എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ